അങ്ങനെ ഞാൻ പറയാൻ കാരണം ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഏകീകൃത നിയമവ്യവസ്ഥിതി അപ്രായോഗികമാണ്. മുസ്ലിങ്ങൾ അല്ലാത്തവരെ മാത്രം പരാമർശിച്ചാൽ തന്നെ, അവരുടെ വിഷയം മാത്രം എടുത്താൽ തന്നെ അപ്രായോഗികമാണ്. ഇവിടെയുള്ള ഭൂരിപക്ഷ മതം എന്ന് പറയുന്ന ആ മതത്തിൽ വിശ്വസിക്കുന്ന ഹൈന്ദവ സഹോദരങ്ങളെ മാത്രം എടുത്ത് പരിശോധിച്ചാലും അത് അപ്രായോഗികമാണ്. ഹിന്ദുമതത്തിൽ ഒരുപാട് ജാതികൾ, വർണ്ണങ്ങൾ, വർഗങ്ങളുണ്ട്. സാമാന്യബോധമുള്ള ആളുകൾക്കൊക്കെ അറിയാം. ബ്രാഹ്മണർ, വൈശ്യർ, ക്ഷത്രിയർ, ശൂദ്രർ, ഇതിന്റെ അനേകം ഇരട്ടി വരുന്ന ഒരു ജനവിഭാഗം അതിന്റെ പിന്നിലുണ്ട്. അവരാണ് പട്ടികജാതി, പട്ടിക വർഗ, ഗോത്ര വിഭാഗ സമുച്ചയങ്ങളിൽ വരുന്നത്. എന്നാൽ ഇതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ജനവിഭാഗത്തെ എടുക്കുക, ബ്രാഹ്മണർ. അവരൊരുപാട് ഗ്രൂപ്പുണ്ട്. നമ്മുടെ നാടുകളിലൊക്കെയുള്ള നമ്പൂതിരി, നമ്പ്യാര്, മേനോൻ, പിഷാരടി, മൂസ്, ഇവരുടെയൊക്കെ വ്യക്തി നിയമങ്ങൾ വ്യത്യസ്തമാണ്. വിവാഹത്തിന്റെ കാര്യം അല്ലെങ്കിൽ സ്വത്തവകാശത്തിന്റെ കാര്യം, മറ്റു പലതരത്തിലുള്ള കാര്യങ്ങൾ വ്യത്യസ്തമാണ്. പ്രായമായ ആളുകൾക്കൊക്കെ അറിയാം, ഒന്നും രണ്ടും മൂന്നും നാലും ഒക്കെ ഹൈന്ദവ സഹോദരന്മാർ ഒരു ഭാര്യയെ വേട്ടിരുന്ന, വേളി കഴിച്ചിരുന്ന, വിവാഹം ചെയ്തിരുന്ന കാലം ഇവിടെ ഉണ്ടായിരുന്നു. മതത്തിന്റെ നിയമം അനുസരിച്ച് തന്നെയായിരുന്നു അത്. രണ്ടോ മൂന്നോ നാലോ ഒക്കെ ആൾക്കാർ ഒരു സ്ത്രീയെ ഭാര്യയെ വിവാഹം ചെയ്ത് സ്വീകരിക്കും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. لا حول ولا قوة لا حول ولا لا إله إلا الله. اللهم رب هذه الدعوة التامة والصلاة القائمة آت سيدنا محمدا الوسيلة والفضيلة والدرجة الرفيعة وبعثه مقام محمود الذي وعدته وارزقنا شفاعته يوم القيامة. ദേവദാസി സമ്പ്രദായമുണ്ടായിരുന്നു, വെപ്പാട്ടികളെ വെക്കുന്ന സമ്പ്രദായമുണ്ടായിരുന്നു, വിശിഷ്യ സവർണരിൽ. ഇങ്ങനെ ഇവരിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ എടുത്ത് ഉപവിഭാഗങ്ങളെയും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ തന്നെ ഒരേ രീതിയിലുള്ള നിയമങ്ങളും വ്യവസ്ഥകളും സമ്പ്രദായങ്ങളും ആചാരങ്ങളും അല്ല, ഭിന്നമായി ആണ് അവർ അനുധാവനം ചെയ്യുന്നത് എന്ന് കാണാൻ സാധിക്കും.
വ്യത്യസ്ത മതങ്ങളുടേത് വേറെ, ഹിന്ദു സഹോദരങ്ങളുടേത് വേറെ, ക്രിസ്ത്യാനി സഹോദരങ്ങളുടേത് വേറെ, ബുദ്ധ, ജൈന, കൺഫ്യൂഷ്യൻ തുടങ്ങിയവരൊക്കെ വേറെ. ഇവരൊക്കെ ഇന്ത്യയിലുണ്ട്. അപ്പൊ എല്ലാവർക്കും പ്രായോഗികമായ ഒരു വ്യക്തി നിയമം, സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ അത് അപ്രായോഗികമാണ്. എന്നാൽ പിന്നെ ഇന്ത്യൻ വിപുലമായ വിശാലമായ ഇന്ത്യയുടെ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ പറഞ്ഞ ശേഷം മാർഗനിർദ്ദേശക തത്വം, ഇന്ത്യയുടെ പുരോഗതിയുടെ മാർഗത്തിന് നിർദ്ദേശിക്കുന്ന തത്വങ്ങൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ 44-ാം വകുപ്പിൽ പറഞ്ഞു, ഇന്ത്യ രാജ്യത്തിന് പൗരന്മാർക്ക് എല്ലാവർക്കും ബാധകമായ ഒരു സിവിൽ കോഡ് ഉണ്ടാക്കാൻ രാഷ്ട്രത്തിന് ശ്രമിക്കാവുന്നതാണ്. അന്ന് തന്നെ അത് ചർച്ചാവിധേയമായി. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള മുസ്ലിം നേതാക്കളൊക്കെ അത് തീക്ഷ്ണമായ ചർച്ചയ്ക്ക് വിധേയമാക്കി. ഇവിടെയുള്ള ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 20%, മിതമായ കണക്ക് കൂട്ടിയാൽ 20%, 25% മുസ്ലിമീങ്ങൾ, അഥവാ കാൽ ഭാഗം മുസ്ലിമീങ്ങൾ, ഇന്ത്യയിലെ ജനസംഖ്യയുടെ കാൽ ഭാഗം ജനങ്ങൾ മുസ്ലിങ്ങൾ. അവർക്ക് വളരെ വ്യവസ്ഥാപിതമായ വ്യക്തി നിയമമുണ്ട്. വളരെ വ്യവസ്ഥാപിതമായ വ്യക്തി നിയമം. അത് വിശദീകരിക്കാൻ ഇവിടെ സമയമില്ല. എന്തിനും വളരെ കൃത്യമായ ശരീഅത്ത്, അല്ലാഹുവും റസൂലും നിശ്ചയിച്ചു തന്ന കൃത്യമായ ചട്ടക്കൂടിലുള്ള വ്യക്തി നിയമമാണ് ഇസ്ലാമിൻ്റേത്, അഥവാ മുസ്ലിങ്ങളുടെ. അന്ന് നേരത്തെ ഇവിടെ പരാമൃഷ്ടമായ ഡോക്ടർ അംബേദ്കർ പറഞ്ഞത്, ഇത് മുസ്ലിങ്ങളെ ഉദ്ദേശിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഭാഗത്തെ ഉദ്ദേശിച്ചോ ഉള്ളതല്ല. വ്യക്തി നിയമങ്ങൾ നിലവിലില്ലാത്ത ജനസമൂഹങ്ങൾ ഇന്ത്യയിലുണ്ട്. വ്യക്തി നിയമങ്ങൾ ഇല്ലാത്ത പല ജാതി ജനങ്ങളുണ്ട് ഇന്ത്യയിൽ. പല ഭാഷകളുണ്ട്. അക്ഷരമാല ഇല്ലാത്ത ഭാഷകളുണ്ട്. നമ്മുടെ അടുത്ത് തന്നെ തുളു, കർണാടകയിലേക്ക് കടക്കുമ്പോൾ തുളു ഒരു ഭാഷയാണ്. ഇതിന് അക്ഷരങ്ങളെ ഉദാഹരണം. ജനങ്ങളുടെ സംസ്കാരം, വിശ്വാസങ്ങൾ, കാഴ്ചപ്പാടുകൾ, ദൈവിക ദർശനങ്ങൾ, മത സിദ്ധാന്തങ്ങൾ, ഇതൊക്കെ വ്യത്യസ്തം. അവയിൽ പക്ഷേ ഈ ഭാഷയ്ക്ക് അക്ഷരമില്ലാത്തതുപോലെ വ്യക്തി നിയമം ഇല്ലാത്ത ജനവിഭാഗങ്ങൾ, വിശിഷ്യ ഗോത്രവിഭാഗങ്ങൾ, ഒരുപാട് ഗോത്രവിഭാഗങ്ങളുണ്ട് ഇന്ത്യയിൽ. ഗോത്രവിഭാഗം എന്നാണ് അവരൊരു പ്രത്യേക ജനസംഖ്യയാണ്. ആ ഗോത്രത്തിനൊരു നേതാവ് ഉണ്ടാവും. നേതാവ് പറഞ്ഞതനുസരിച്ച് ആ അനുയായികൾ ചെയ്യുക. നേതാവിന്റെ നേതൃത്വത്തിലാണ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കപ്പെടുക, നടത്തപ്പെടുക. ഇതാണ് ഗോത്രവർഗം. ലോകത്ത് പല ഭാഗത്തുണ്ട്. ഇങ്ങനെ സ്വന്തം വ്യക്തി നിയമങ്ങൾ ഇല്ലാത്ത ജനങ്ങൾക്ക് ഒരു സിവിൽ കോഡ് ഉണ്ടാക്കണം എന്നാണ് അതിന്റെ അർത്ഥമെന്ന് അന്നേ ഭരണഘടനാ ശില്പികളിൽ പ്രമുഖനായിരുന്ന അംബേദ്കർ വിശദീകരിക്കുകയുണ്ടായി, പറയുകയുണ്ടായി. വ്യക്തി നിയമം ഉള്ള ആൾക്ക് പിന്നെ ഇതിന് മേലൊരു വ്യക്തി നിയമം, ഏക വ്യക്തി നിയമമോ ഏകീകൃത സിവിൽ കോഡോ അപ്രായോഗികമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു. വ്യക്തികളുമായി ബന്ധപ്പെടുന്ന പ്രത്യേക വിഷയം, പൊതുവിഷയങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഇന്ത്യക്കാരെ പോലെ നമ്മളും ജീവിക്കുന്നു. ക്രിമിനൽ കോഡ് ഉദാഹരണം, അടിപിടി ഉണ്ടായി, കത്തിക്കുത്തുണ്ടായി, ഒരാളെ മറ്റൊരാളെ കൊന്നു, ഇതിലൊക്കെ എല്ലാ ഇന്ത്യയുടെ പൊതു നിയമമാണ്, ക്രിമിനൽ നിയമമാണ് ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും സ്വീകരിക്കുന്നത്. അങ്ങനെ വേണം. ബഹുസ്വര സമൂഹമാകുമ്പോൾ, ബഹുമത അനുയായികൾ ജീവിക്കുന്ന രാജ്യമാകുമ്പോൾ, മൗലികമായി അടിസ്ഥാനപരമായി ചില ഏകീകരണങ്ങളില്ലാതിരുന്നാൽ അരാജകത്വം സംജാതമാകും. രാജ്യത്തിന്റെ അച്ചടക്കം നഷ്ടപ്പെട്ട രാജ്യം കുട്ടിച്ചോറായി. നേരെ മറിച്ച് നമ്മളിപ്പോൾ അവകാശവാദം ഉന്നയിക്കുന്നത്, അഥവാ നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി നിയമം എന്ന് പറഞ്ഞാൽ, നമ്മുടെ വ്യക്തി നിയമം നമ്മൾ ജീവിതത്തിൽ പകർത്തുന്നത് കൊണ്ട് വേറെ ഒരു മനുഷ്യനും ഒരു ദ്രോഹവും ഒരു അപകടവും ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളതാണ്. ഞാൻ മരിച്ചാൽ എനിക്ക് വല്ല അനന്തരാവകാശ സ്വത്തുണ്ടെങ്കിൽ എൻ്റെ പെൺമക്കൾക്കും ആൺമക്കൾക്കൊക്കെ നിശ്ചിത ഓഹരി അനുസരിച്ച് എൻ്റെ ഭാര്യ ഉണ്ടെങ്കിൽ അവൾക്കും കൊടുക്കുക. വേറെ ആരും പ്രതികൂലമായി ബാധിക്കണില്ലല്ലോ. എന്റെ സ്വത്തിൽ നിന്ന് ഞാൻ ദാറുൽഹുദക്ക് വഖഫ് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ അവിടുത്തെ ഉസ്താദന്മാർക്ക് ഞാൻ വസിയ്യത്ത് ചെയ്തു,
എൻ്റെ സ്വത്തിൻ്റെ എത്ര ദാറുൽ ഉസ്താദ്മാർക്ക് കൊടുക്കണം. അന്യമതത്തിൽ ഒരാളെയും അത് പ്രതികൂലമായി ബാധിക്കുന്നില്ല. ഇതാണ് ഉദാഹരണം, വ്യക്തി നിയമം. നമ്മൾ നമ്മുടെ വ്യക്തി നിയമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നത് കൊണ്ട് ഒരു ഹിന്ദു സഹോദരനോ ഒരു ക്രിസ്ത്യാനിക്കോ ബുദ്ധനോ ജൈനനോ കൺഫ്യൂഷനോ ഷിൻഡോ മതക്കാരനോ താവോ മതക്കാരനോ ആർക്കും യുക്തിവാദിക്കോ നിരീശ്വരവാദിക്കോ ഒരു പ്രയാസവും. അത് തന്നെ ഒരു മുസ്ലിമായ ഞാൻ അത് ആഗ്രഹിക്കുമ്പോൾ നടത്തിയാൽ മതി. എനിക്കിപ്പോൾ അങ്ങനെ അതനുസരിച്ചൊന്നും നടത്തണമെന്ന് വെച്ചാൽ ഞാനത് എൻ്റെ മൂത്ത മോന് പകുതി കൊടുക്കുകയാണ്, രണ്ടാമത്തെ മോന് 40% കൊടുക്കുകയാണ്, ബാക്കി 3 മക്കൾക്കും 10% മതി, എനിക്ക് ഇസ്ലാമിൻ്റെ ഒന്നും സ്വീകാര്യമല്ല എന്ന് പറഞ്ഞാൽ മുസ്ലിം നാമധാരിയായ ഒരാൾക്കത് ചെയ്യാവുന്നതാണ്. അതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ മരിച്ചാൽ എന്നെ പള്ളിപ്പറമ്പൊന്ന് കൊണ്ടുപോകണം, എന്നെ ഇവിടെ തന്നെ മറ ചെയ്താൽ മതി എന്ന് ഒരാൾക്ക് വസിയത്ത് ചെയ്യാവുന്നതാണ് മുസ്ലിമിന്, പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒഴിഞ്ഞ പറമ്പ് കൊണ്ടുപോയി കുഴിച്ചിടാൻ അവൻ വസിയത്ത് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല, കുട്ടികളും മറ്റു മക്കളൊക്കെ അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ. ഇസ്ലാമിക നിയമം അനുധാവനം ചെയ്യാൻ പിന്തുടരാൻ ആഗ്രഹിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് അവരുടെ സ്വന്തം ജീവിതത്തിൽ നടപ്പാക്കാവുന്നതാണ് ഈ വ്യക്തി നിയമം. അപ്പോൾ നമ്മെ മാത്രം ബാധിക്കുന്ന, നമ്മിൽ നിന്ന് തന്നെ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് മാത്രം ചെയ്യാവുന്ന ഇസ്ലാമിൻ്റെ നിയമങ്ങൾ എന്നും അങ്ങനെ മതിൽ ചാടുന്നവർക്കൊരു പ്രശ്നമൊന്നുമില്ല. 5 നേരമാണ് നിസ്കാരം എന്ന് മുസ്ലിം ലോകം അംഗീകരിച്ചത്. അത് 3 നേരം മതി എന്ന് പറഞ്ഞിട്ട് നടത്തിയിരുന്ന ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു. അതല്ല ജഞ്ചേനെ നിസ്കരിക്കണം നമ്മളാരും നിർബന്ധിച്ചിട്ടില്ല. അങ്ങനെ കുറേ യുക്തിവാദികൾ, നിരീശ്വരവാദികൾ, സെക്യുലറിസ്റ്റുകൾ, അഭ്യസ്ത വിദ്യന്മാരെന്ന് അവകാശപ്പെടുന്ന ചില ആൾക്കാർ ഇങ്ങനെ മറുകണ്ഠം ചാടാറുണ്ട് ചിലതിലെങ്കിലും. അത് അവരുടെ ഇഷ്ടം. ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീൻ കാര്യങ്ങളിൽ നിർബന്ധിക്കുന്ന സ്വഭാവം ശരീഅത്തിനില്ല. ഇഷ്ടമുള്ളവർക്ക് ചെയ്താൽ അതിൻ്റെ ഗുണം അവനുണ്ടാവും, മറിച്ചാണെങ്കിൽ അതിൻ്റെത് അവന് കിട്ടും. ഇത്രയേ ഉള്ളൂ. അന്യസമുദായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയെ ഏതെങ്കിലും ഒരു നിലക്ക് പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നും ഈ ശരീഅത്ത് നിയമത്തിലില്ല. നേരെ മറിച്ച് എന്തെങ്കിലും ഗുണമാണ് അതുകൊണ്ടുണ്ടാകുക. അപ്പം ഞാനൊരു സത്രമുണ്ടാക്കി, ഒരു ലോഡ്ജ് ഉണ്ടാക്കി ഞാൻ വഖഫ് ചെയ്തു. യാത്രക്കാരായ ആളുകളെ ലോഡ്ജ് എടുത്ത് താമസിക്കാൻ പൈസ ഇല്ലാത്ത ഏത് യാത്രക്കാരനും ഇവിടെ താമസിക്കാവുന്നതാണ്. അങ്ങനത്തെ മുസാഫിര്യങ്ങൾക്ക് വേണ്ടി വഖഫ് ചെയ്താൽ ബുദ്ധന്മാർക്കും ജൂതന്മാർക്കും ജൈനന്മാർക്കും ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഒക്കെ അവിടെ കയറി കിടക്കാം. പള്ളിക്ക് വഖഫ് ചെയ്യാം, മദ്രസക്ക് വഖഫ് ചെയ്യാം, പൊതു നന്മകൾക്ക് വഖഫ് ചെയ്യാം. ഈ പൊതു നന്മ എന്ന് പറയുന്ന ആ ബാബിലേക്ക് ഒരാൾ വഖഫ് ചെയ്താൽ എല്ലാ ജനവിഭാഗങ്ങൾക്കും അത് ഉപയോഗപ്പെടുത്താം. ഉദാഹരണം, അപ്പോൾ ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമം അനുസരിച്ച് പ്രവർത്തിക്കപ്പെടുമ്പോൾ മറ്റുള്ളവർക്ക് ഗുണം ലഭിക്കുക എന്നല്ലാതെ അന്യസമുദായക്കാർക്ക് ഒരു ദോഷവും അതുകൊണ്ടുണ്ടാകാൻ പോകുന്നില്ല. ദാനധർമ്മങ്ങൾ ചെയ്യുന്നിടത്ത് ഒരു ലിമിറ്റേഷൻ, ആർക്ക് വേണമെങ്കിലും ദാനധർമ്മങ്ങൾ ചെയ്യാം. ഒരു സഹാബി സ്ത്രീ വന്ന് ചോദിച്ചു, നബിയെ, എൻ്റെ ഉമ്മ എൻ്റെ അടുത്ത് വരുന്നുണ്ട്, അവർ മുസ്ലിമല്ല, എൻ്റെ അടുത്ത് എന്തെങ്കിലും കിട്ടണമെന്ന് അവർ ആഗ്രഹിക്കുന്നത്, എന്താ ഞാൻ ചെയ്യാം? കൊടുക്കണമെന്നാണ് മുത്തനബി പറഞ്ഞു. സിലീഹ, അവർ നിന്റെ മാതാവാണെന്ന നിലക്കുള്ള എല്ലാ നന്മകളും അവർക്ക് ചെയ്യണം. അപ്പോൾ ഇസ്ലാമിക ശരീഅത്ത് അന്യന് അഥവാ ഇസ്ലാമിക ധർമ്മം അനുഷ്ഠിക്കാത്ത ആളുകൾക്ക് കൂടി നന്മ പ്രദാനം ചെയ്യുകയാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇങ്ങനെ പൂർവ്വകാലങ്ങളിലുള്ള ഖലീഫമാരൊക്കെ ഒരുപാട് മുസബ്ബലായ അമലുകൾ ചെയ്തിട്ടുണ്ട്. മുസബ്ബൽ എന്ന് പറഞ്ഞാൽ ഫീ സബീൽ, പൊതുവഴിയിൽ. ഹാറൂൺ റഷീദിന്റെ ഭാര്യ മക്കയിലേക്ക് വാട്ടർ സപ്ലൈ നടത്തി. നിരവധി ആളുകൾ മതക്കാരത് ഉപയോഗപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ആകെ ചുരുക്കം, നമ്മൾ നമ്മുടെ പേഴ്സണലോ ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് ജീവിക്കുന്നത് കൊണ്ട് മറ്റുള്ള ആളുകൾക്ക് ഒരു ദോഷവും ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല, പലപ്പോഴും മറ്റുള്ളവർക്ക് ഗുണമാണ് ലഭിക്കുന്നത് എന്നുകൂടി തൽപര കക്ഷികൾ വിശിഷ്യ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ ശരീഅത്തിനെ, അള്ളാഹുവിന്റെ ശരീഅത്തിനെ സംബന്ധിച്ചിടത്തോളം തൽപര കക്ഷികൾ എന്നും ദഹനക്കേടുള്ളവരായിരിക്കും. അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല.
ചരിത്രമാകെ പരിശോധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ദീനിനെ അല്ലെങ്കിൽ പ്രവാചകീയ അധ്യാപനങ്ങളെ ഖുർആനിക സിദ്ധാന്തങ്ങളെ കൊച്ചാക്കി കാണിക്കുന്നൊരു രീതി അത് ഒന്നാം തീയതി മുതലുള്ളതാണ്. മദീനയിലെ യൂതന്മാർ പറഞ്ഞു, നിങ്ങളെ പ്രവാചകൻ വലിയ വലിയ സിദ്ധാന്തങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ആളാണെന്നാണ് നിങ്ങൾ അവകാശപ്പെടുന്നത്. കക്കൂസ് പോണ മര്യാദയൊക്കെ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത്. കക്കൂസ് പോണ മര്യാദ എന്ത് പഠിപ്പിക്കാനാണ് യൂതന്റെ കാഴ്ചപ്പാട്. അപ്പൊ സഹാബി മറുപടി പറഞ്ഞു, ശരിയാണ്, ഞങ്ങളുടെ പ്രവാചകൻ കക്കൂസ് പോണൊക്കെ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരാറുണ്ട്. അതെന്തിനാ? എല്ലാവരും കക്കൂസ് പോവും, എല്ലാവരും പല്ല് തേക്കും, എല്ലാവരും ചെരുപ്പിടും. മുസ്ലിം കക്കൂസിൽ പോകുമ്പോൾ, മുസ്ലിം പല്ല് തേക്കുമ്പോൾ, മുസ്ലിം ചെരുപ്പിടുമ്പോൾ അവൻ അതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു ഗ്രാൻഡ് ഒരു ഉപഹാരം കൊടുക്കണം, നൽകണം. അപ്പൊ ചെരുപ്പിട്ടാൽ സുന്നത്തിട്ടും. മുസ്ലിമായ മനുഷ്യൻ ആ ഉദ്ദേശത്തോടുകൂടി ചെരുപ്പിട്ടാൽ സുന്നത്തിട്ടും. എപ്പോഴൊക്കെ കാലുമ ചെരുപ്പുണ്ടോ, ഏകദേശം ഒരു 15-18 മണിക്കൂർ കാലുമ ചെരുപ്പുണ്ടാവുമല്ലോ, ഉറങ്ങണ നേരത്താണ് ഒഴിവാക്കുക. സുന്നത്തിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക. മുസ്ലിമായ മനുഷ്യൻ താടി വെച്ചാൽ 24 മണിക്കൂറും 30 ദിവസം 365 ദിവസം ഒന്നാമത്തെ സെക്കൻഡ് മുതൽ അവസാന സെക്കൻഡ് വരെ സുന്നത്ത് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ആ നിയ്യത്തിൽ വെച്ചാൽ. ഇന്ന് ചില പുതിയ താടിക്കാർ ഇറങ്ങിയിട്ടുണ്ട്, ആ താടി ഇന്ന് ഒഴിവാട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് പിൻപറ്റുകയാണ് എന്ന ഉദ്ദേശ്യത്തോടു കൂടി വെക്കണം താടി. ഏത് പണി അങ്ങനെ തന്നെ, ഏത് പണി അങ്ങനെ തന്നെ. ഖുർആൻ പഠിച്ച ഒരാൾ ദുന്യവിയാൻ ആവശ്യത്തിന് വേണമെങ്കിൽ നരകത്ത് പോലെ വലിച്ചെറിയുന്ന. എൻ്റെ ഖുർആനല്ല പഠിച്ചത്, ഖുർആൻ ഓതി അയാൾ പ്രസംഗിച്ചിരുന്നല്ലോ, അയാൾ ഖുർആൻ പണ്ഡിതൻ എന്നൊക്കെ അറിയപ്പെട്ടിരുന്നല്ലോ, അയാൾ ഖുർആൻ പരിഭാഷ എഴുതിയിരുന്നല്ലോ, അയാളെ ഖുർആൻ പരിഭാഷ ലോകത്തെ 16 കേന്ദ്രങ്ങളിൽ നിന്ന് പ്രകാശനം ചെയ്തിരുന്നല്ലോ എന്നൊന്നും പറഞ്ഞുകൊണ്ട് കാര്യമായില്ല. അത് അള്ളാഹുവിന് വേണ്ടി ചെയ്യാം, അപ്പം അതിന് കൂലിയുണ്ടാവും. ഇത് ഹദീസിലുള്ളതാണ്. റജുലുൻ തഅല്ലമൽ ഇൽമ വഅല്ലമഹു വഖറഅൽ ഖുർആൻ فأتي به فعرفه نعمه فعرفها قال فماذا عملت فيها قال تعلمت العلم وعلمته وقرأت فيك القرآن قال كذبت ولكنك عملت ليقال إنك عالم وقرأت القرآن ليقال إنك قارئ وقد قيل ثم سحب به على وجهه حتى ألقي في النار. ദുനിയാവിന് വേണ്ടി ഖുർആൻ തന്നെ പഠിക്കുകയും ഖുർആനിക സേവനം എന്ന പേരിൽ ചില പണികളൊക്കെ നടത്തുകയും ചെയ്തവൻ പോലും നരകത്തിലാകുന്നു. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസ് വിശദീകരിക്കാൻ സമയമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മുസ്ലിമീങ്ങൾ അവരവരുടെ ശരീഅത്തിന്റെ കാഴ്ചപ്പാടിലുള്ള അമലുകൾ ചെയ്യുമ്പോൾ പടച്ചവനതിന് കൂലി കൊടുക്കും. നമ്മൾ വസ്ത്രം ധരിക്കുന്നു, കൂലിയുണ്ട്. ചെരുപ്പ് ധരിക്കുന്നു, ആദ്യം ഏത് ചെരുപ്പ് ധരിക്കണം, ഊരുമ്പോൾ ഏത് ചെരുപ്പ് ധരിക്കണം, വീട്ടിലേക്ക് കടക്കുമ്പോൾ ഏത് കാല് വെക്കണം, പുറത്തിറങ്ങുമ്പോൾ ഏത് കാല് വെക്കണം, ഭക്ഷണം കഴിക്കുമ്പോൾ ഏത് കൈ ഉപയോഗപ്പെടുത്തണം, ഇതിനൊക്കെ ചില സ്ട്രക്ചറുകൾ, ചില രീതി വ്യവസ്ഥകൾ ശരീഅത്ത് നിശ്ചയിച്ചു. എന്തിനാ? അങ്ങനെ ചെയ്യണോലെ കൂലി കൊടുക്കാൻ പറ്റുള്ളൂ. ഭക്ഷണം കഴിക്കുന്നവർക്കൊക്കെ കൂലി കൊടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ 130 കോടി ജനങ്ങൾക്കും കൂലി കൊടുക്കണ്ടേ? ചെരുപ്പിട്ടാലൊക്കെ കൂലി കൊടുക്കുകയാണെങ്കിൽ ഇന്ന് ചെരുപ്പിടാത്തവരുണ്ടാവില്ല, 130 ജനങ്ങൾക്കും ചെരുപ്പിട്ട കൂലി കൊടുക്കണം. പല്ല് തേക്കാത്തവരുണ്ടാവില്ല, ഏത് മലയന്മാരും പല്ല് തേക്കണ കാലാണ്, അവർക്കൊക്കെ കൂലി കൊടുക്കണ്ടേ? എന്നാൽ ഇസ്ലാമിൽ സുന്നത്തായി നിശ്ചയിക്കപ്പെട്ട ഒരു അമലാണ് എന്ന നിലക്ക് അത് ചെയ്താൽ അതിന് കൂലിയുണ്ട്, എന്ന നിലക്ക് വിവാഹം ചെയ്താൽ അതിന് കൂലിയുണ്ട്. അതാണ് മൻ തസവ്വജ ബിംറഅ ഫഖദ് അഹ്റസ സുലുസൈ ദീനി ഫല്യത്തഖില്ലാഹ ഫി സുലുസിൽ ബാഖി എന്ന് നമ്മൾ സാധാരണ നിക്കാഹിന്റെ സദസ്സിലൊക്കെ കേൾക്കുന്നത്. പടച്ചവന്റെ പൊരുത്തം ഉദ്ദേശിച്ച് പടച്ചവന്റെ മാർഗദർശനം അനുസരിച്ച് വൈവാഹിക ജീവിതത്തിൽ ഒരാൾ പ്രവേശിക്കുകയാണെങ്കിൽ അവന്റെ ദീനിന്റെ 3 വിഭാഗമാക്കിയാൽ 2 നിർവഹിച്ചവനായി ഫല്യത്തഖില്ലാഹ ഫി സുലുസിൽ ബാഖി. അപ്പൊ ഇതിനാണ് ശരീഅത്ത് ഓരോ കാര്യത്തിനും ഒരു വ്യവസ്ഥ നിശ്ചയിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. അതുകൊണ്ടാണെങ്കിൽ മുസ്ലിമീങ്ങൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വേറെ ഒരാൾക്ക് ഒരുവിധ ബുദ്ധിമുട്ടുമില്ല. മാത്രവുമല്ല, ബഹുസ്വര സംസ്കാരത്തിൽ ജീവിക്കുന്ന ജനങ്ങൾ ഒരു സാമാന്യ മര്യാദ അനുസരിച്ച് ഓരോരുത്തരും അവനവന്റെ മതവും അവനവന്റെ കാഴ്ചപ്പാടും അനുസരിച്ച് ജീവിക്കട്ടെ എന്ന് വെക്കലാണ് സാമാന്യ മര്യാദ, പൗരധർമ്മം.
അവൻ്റെ മതമനുസരിച്ച് അവൻ ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ അവിടെ, അമ്പലത്തിൽ പോവുകയാണെങ്കിൽ അവിടെ, അവൻ കത്തീഡ്രലിൽ പോവുകയാണെങ്കിൽ അവിടെ, അവൻ പിന്നെ ചർച്ചിൽ പോവുകയാണെങ്കിൽ അവിടെ പോട്ടെ. അങ്ങനെയാണ് ഈ ഇസ്ലാം ഇവിടെ വന്നിട്ട് 14 നൂറ്റാണ്ടായി. 14 നൂറ്റാണ്ട് കാലം കേരളത്തിലെ ജനങ്ങളും ഇന്ത്യയിലെ ജനങ്ങളും ജീവിച്ചിരുന്നത് ഇങ്ങനെയായിരുന്നു. ഒരേ സ്ഥലത്ത് പള്ളിയും അമ്പലവും ഉണ്ടല്ലോ, ഒരേ സ്ഥലത്ത് ചർച്ചും മസ്ജിദും ഉണ്ടല്ലോ, ചർച്ചും ക്ഷേത്രവും ഉണ്ടല്ലോ. ഒരു ബഹളവും സംഘർഷവും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇന്നുമുണ്ട് ഒരുപാട് സ്ഥലങ്ങളിലാണ്. കോഴിക്കോട് നിന്ന് വടകരക്ക് പോകുമ്പോൾ പിന്നെ എലത്തൂർ പുഴ കഴിഞ്ഞ് പിന്നെ അവിടെ ഒരു സ്ഥലത്തും, പൂക്കാട് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. വലത്തെ ഭാഗത്തേക്ക് നോക്കിയാൽ പള്ളിയും അമ്പലം, പള്ളിയും അമ്പലവും. മധുരയിൽ പോയാൽ പള്ളിയും അമ്പലവും. ഇന്ത്യയിലുടനീളം ഈ രീതിയും ഈ സംസ്കാരവും നിലവിലുണ്ടായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആരും തമ്മിൽ സ്പർദ്ധയുണ്ടായിരുന്നില്ല. പിൽക്കാലത്ത് ചില ദുഷ്ടലാക്ക് വെച്ചുകൊണ്ട് സങ്കുചിത ഹൃദയരായ ചില ആളുകൾ രംഗത്ത് വരാൻ തുടങ്ങിയപ്പോൾ സംഘർഷങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അസഹിഷ്ണുക്കൾ, മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ കഴിയാത്തവർ, മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകൾ, മറ്റുള്ളവരുടെ ദർശനങ്ങൾ, മറ്റുള്ളവരുടെ ജീവിത രീതികൾ, മറ്റുള്ളവരുടെ സാമ്പ്രദായിക കർമ്മങ്ങൾ, മറ്റുള്ളവരുടെ സാംസ്കാരിക രീതികൾ, വേഷവിധാനങ്ങൾ, ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്തത് ഹൃദയം സങ്കുചിതമാകണം. അപ്പൊ അവര് സംഘർഷമുണ്ടാക്കാൻ തുടങ്ങി. അതിങ്ങനെ ക്രമേണ വളർന്ന് രാഷ്ട്രീയ ലക്ഷ്യം അല്ലെങ്കിൽ ഭൗതിക സ്ഥാനമാനങ്ങൾ നേടുക എന്ന ദുഷ്ടലാക്ക് ആണ് അതിന് പിന്നിലുള്ളത്. ഒരു വിദ്യാഭ്യാസവും ഒരു മാന്യതയും ഇല്ലാത്ത ആളുകൾ വലിയ വലിയ നേതാക്കളായി വരുന്നു. കള്ള്, കഞ്ചാവ്, കൊള്ള, അക്രമം, മർദ്ദനം, പീഡനം, വ്യഭിചാരം, ബലാത്സംഗം ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന നേതാക്കളെ നമുക്ക് ഇന്ന് കാണാൻ സാധിക്കും. ഒരു മതവും അംഗീകരിക്കാത്ത തനി കോച്ചറായി പണിയാണ്, തെമ്മാടി തമണി പറഞ്ഞതാണ്. ഇങ്ങനെയുള്ള ആളുകൾ എങ്ങനെ നേതാക്കളാവുന്നത്? ഏതെങ്കിലും വളഞ്ഞ വഴിയൊക്കെ തെരഞ്ഞു പിടിച്ചിട്ട് അവര് ഫോട്ടോ എടുക്കുന്നിടത്തൊക്കെ അവരുണ്ടാവും. മുഖ്യമന്ത്രി വരുമ്പോൾ, പ്രധാനമന്ത്രി വരുമ്പോൾ, പ്രസിഡന്റ് വരുമ്പോൾ, ആഭ്യന്തരമന്ത്രി വരുമ്പോൾ അയാളെ ഇടത്തും വലത്തൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ വലിയ ആളാണെന്ന് അഭിനയിക്കും, ജനങ്ങളെ അങ്ങനെ മനസ്സിലാക്കും. ഇങ്ങനെയൊക്കെ ദുഷ്ടനാക്ക്, ദുരുദ്ദേശത്തോടുകൂടി സാമൂഹിക രംഗത്ത് വന്ന ചില ആളുകളാണ് കേരളത്തിലെ, വിശിഷ്യ ഇന്ത്യയിലെയും ഇങ്ങനെയുള്ള ഈ സൗഹാർദ്ദപൂർണമായ അന്തരീക്ഷം തകർക്കാൻ അടുത്ത കാലത്തായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരാണ് ഈ ശരീഅത്തിന്റെ ശത്രുക്കൾ. ഇന്ത്യയിലെ ജനങ്ങൾ എന്ന നിലക്ക്, ഇന്ത്യയിലെ 130 കോടി ജനവിഭാഗങ്ങളിൽ ഒരു സമൂഹം എന്ന നിലക്ക് അല്ലെങ്കിൽ സമുദായം എന്ന നിലക്ക് മുസ്ലിമുകൾക്ക് ഭരണഘടനാപരമായി ഇങ്ങനെ ജീവിക്കാൻ അവകാശമുണ്ടോ എന്നതാണ് മൗലികമായ ഒരു ചോദ്യം. അത് നിലവിലുണ്ട്. ഇന്ത്യയിലെ ഓരോ പൗരനും അവനവന്റെ മതമനുസരിച്ച് ജീവിക്കാനും ആ മതവുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ, സാംസ്കാരിക, മതകീയ, ധാർമ്മിക, ആചാരപരമായ ഏത് കാര്യം ചെയ്യാനും ജാതി മത ഭേദമെന്നേ അവർക്ക് മൗലികമായ അവകാശമുണ്ട് എന്നാണ് ഭരണഘടന. മൗലികമായ അവകാശം എന്നാണ് അടിസ്ഥാനപരമായ അവകാശം. എന്നാൽ ഒരു ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരണമെന്ന് പറഞ്ഞത് മാർഗനിർദ്ദേശക തത്വമാണ്, സുന്നത്താണെന്ന് വേണമെങ്കിൽ പറയാം, മറ്റത് ഫർളാണ്. എന്നാൽ അപ്രായോഗികമായ ഒരു മതത്തിനും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഈ ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരിക എന്ന ഒരേ ഒരു മാർഗനിർദ്ദേശക തത്വമേ ഉള്ളൂ ഇന്ത്യൻ ഭരണഘടനയിൽ. അല്ല, ഇതിനേക്കാളൊക്കെ പ്രാധാന്യമുള്ള, ഒരുവിധ അഭിപ്രായ വ്യത്യാസവുമില്ലാതെ സർവ്വ പൗരനും അംഗീകരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഒരു പൗരനും എതിരാകാത്ത, ഒരു പൗരനും വിയോജിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ മാർഗനിർദ്ദേശക തത്വങ്ങളിലുണ്ട്. വിശദീകരിക്കാൻ സമയമില്ല. ഉദാഹരണം, ചെറുപ്പക്കാർക്കൊക്കെ സൗജന്യ വിദ്യാഭ്യാസം കൊടുക്കണം. 5 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള
ബാല്യവും കൗമാരവും ത്തിലും കഴിഞ്ഞുകൂടുന്ന ചെറുപ്പക്കാർക്ക് സൗജന്യ വിദ്യാഭ്യാസം കൊടുക്കാൻ രാഷ്ട്രം ശ്രമിക്കണം. എന്നാൽ കോടിക്കണക്കിന് ഈ പ്രായത്തിലുള്ള കുട്ടികൾ ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിരക്ഷര കുട്ടികളായി ജീവിച്ചുകൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസത്തിന് സൗകര്യമില്ല. ഇന്ത്യയിലെ പൗരസഞ്ചയത്തിന് വിശിഷ്യ ദരിദ്ര നാരായണന്മാരായ ആളുകൾക്ക് ജോലി സൗകര്യപ്പെടുത്തി കൊടുക്കണം എന്നുണ്ട് ഭരണഘടനയിൽ. തൊഴിൽ രഹിതരായ കോടിക്കണക്കിന് ആളുകൾ ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്കൊക്കെ ജോലി കൊടുക്കുക എന്ന മാർഗനിർദ്ദേശക തത്വം വെച്ച് ജോലി കൊടുക്കാൻ സർക്കാർ ഒരുമ്പെട്ടാൽ തയ്യാറായാൽ പദ്ധതി തയ്യാറാക്കിയാൽ ഇന്ത്യയിലെ ഈ 130 കോടിയിൽ ഒരു മനുഷ്യനും അതിനോട് എതിർപ്പുണ്ടാവില്ലോ. എല്ലാവരും പറയും ഓക്കെ വേണ്ടതാ. ഈ 130 കോടി ജനങ്ങളും താമസിക്കുന്ന വീടുകളിൽ ശൗചാലയം ഉണ്ടാക്കി കൊടുക്കണം എന്ന് മാർഗനിർദ്ദേശക തത്വം. കക്കൂസ് ഉണ്ടാക്കി കൊടുക്കും. പരപ്പനങ്ങാടിയിൽ നിന്ന് തീവണ്ടി കയറിയാൽ രാവിലെ വിജയവാഡ സ്റ്റേഷനിൽ എത്തുകയാണെങ്കിൽ ഉദാഹരണം 2 ഭാഗത്തും കാണാൻ ആണും പെണ്ണും ഇങ്ങനെ മുഖാമുഖം നോക്കിയിരുന്ന് ഈ ശൗചാലയത്തിന്റെ ധർമ്മം നിർവഹിക്കുന്നു. ഇന്ത്യ ഭരണഘടനയുടെ മാർഗനിർദ്ദേശക തത്വം അനുസരിച്ച് ഒരു മനുഷ്യനായി പിറന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാഥമിക ആവശ്യമാണല്ലോ കക്കൂസ്. അതിന് നമ്മളെന്താ പറയല്, മറക്കിരിക്കുക എന്നാണല്ലോ. ഈ റെയിലിന്റെ 2 ഭാഗത്ത് ഇരുന്നാൽ എന്നെ ആ പേര് മാറ്റേണ്ടി വരൂലേ? ആ പേര് പറഞ്ഞ ചില ആൾക്കാർ വെളിക്കിരിക്കുക, മറക്കിരിക്കുകയല്ല, മറയുടെ വെളിയിലിരിക്കുക. നമ്മൾ മറക്കിരിക്കുക ചെയ്യുക. സാമാന്യബോധമുള്ള മര്യാദയുള്ള മനുഷ്യനൊക്കെ അങ്ങനെ തന്നെ മറക്കായിരിക്കുക. കക്കൂസിന്റെ ഉള്ളിൽ പോയിട്ടാണ് ഈ ധർമ്മം നിർവഹിക്കുക. എന്തുകൊണ്ട് വെളിക്കിരിക്കുന്ന രീതി വന്നു? പതിറ്റാണ്ടുകളായി ഇന്ത്യയിലെ ജനങ്ങൾ അത് ശീലിച്ചു വന്നു. ആ ശീലം മാറ്റാൻ ഭരണഘടനയുടെ മാർഗനിർദ്ദേശക തത്വം അനുസരിച്ച് ഒരു സർക്കാരും സന്നദ്ധമായില്ല. അതല്ല ആദ്യം ചെയ്യേണ്ടത്. കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കല്ലേ ആദ്യം ചെയ്യേണ്ടത്. പൗരന്മാർക്ക് ജോലി കൊടുക്കല്ലേ ആദ്യം ചെയ്യേണ്ടത്. അതൊക്കെ പ്രായോഗികമാണെന്ന് മാത്രമല്ല, ഓരോ പൗരനും, ഈ 130 കോടിയിലെ ഓരോ മനുഷ്യനും സശിരകമ്പം തലകുലുക്കി സസന്തോഷം സമ്മതിക്കുന്ന കാര്യങ്ങളാണ്. എന്തുകൊണ്ട് ചെയ്യണില്ല? രാജ്യത്തിന്റെ പുരോഗതിയോ രാജ്യത്തെ പൗരന്മാരുടെ നേട്ടമോ സന്തോഷമോ സുഭിക്ഷതയോ ആഹ്ലാദമോ അല്ല ഇതിന്റെ ലക്ഷ്യം. നേരെ മറിച്ച് ഹിഡൻ അജണ്ടയാണ്. ജുഗുപ്സാവഹമായ ചില ഒളി അജണ്ടകൾ, അതാണ് ഇതിന്റെ പിന്നിൽ. അപ്പൊ ഇങ്ങനെ ആകെ ഒന്ന് കാടിളക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം പറയണല്ലോ. ഞങ്ങളെന്താ ഈ ശരീഅത്ത് മാറ്റണം എന്ന് പറയുന്നത്? അത് കുറെ മുസ്ലിം പെണ്ണുങ്ങൾ കണ്ണീര് കുടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവര് ത്വലാഖിന് വിധേയരായതുകൊണ്ട്, വിശിഷ്യ മുത്തലാഖിന് വിധേയരായതുകൊണ്ട് മുസ്ലിം സ്ത്രീകൾ കണ്ണീര് കുടിച്ചുകൊണ്ടിരിക്കും. ഈ സംഘത്തിന്റെ നേതാവ് 10-15 കൊല്ലം മുൻപ് അയാൾ മുഖ്യമന്ത്രിയായിരുന്ന ഗുജറാത്ത് സ്റ്റേറ്റിൽ ഒരുപാട് മുസ്ലിം സ്ത്രീകളെ കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ട്, ചോര കുടിപ്പിച്ചിട്ടുണ്ട്, പെട്രോൾ കുടിപ്പിച്ചിട്ടുണ്ട്. പെട്രോൾ വായിലേക്ക് ഒഴിച്ചു കൊടുക്കാം, കന്നാസ് കൊണ്ടുവന്നിട്ട് നിർബന്ധിച്ച് വായിലേക്ക് ഒഴിച്ചു കൊടുക്കാം, എന്നിട്ട് തീ കൊടുക്കാം. പെട്രോൾ ഒഴിച്ചാൽ എന്താ ഗുണം? തീ കൊടുത്ത് പൊള്ളി വയറിന് ഓട്ടായാൽ ഒന്നായിട്ട് പൊട്ടും, പെട്രോളും തീ പിടിക്കും. ഉമ്മമാരുടെ ഗർഭത്തിലുണ്ടായിരുന്ന കുട്ടികളെ ശൂലം എന്ന് പറഞ്ഞ സാധനമുണ്ടല്ലോ, അതുകൊണ്ട് കുത്തിയിട്ട് പുറത്തെടുത്തിട്ട് പൊന്തിച്ചു പിടിച്ചിട്ട് തീ കൊടുക്കുക. ഇതിലൊക്കെ മുസ്ലിം പെണ്ണുങ്ങൾക്ക് വളരെ സന്തോഷം. ഈ മുത്തലാഖുകൊണ്ടാണ് ഇപ്പം മുസ്ലിം സ്ത്രീകൾക്ക് ആകെ കണ്ണീര്. മുസ്ലിമീങ്ങളെ നിർദാക്ഷിണ്യം കൊന്നൊടുക്കിയിട്ട് അതിനെപ്പറ്റി ആരോ ചോദിച്ചപ്പോ അതിങ്ങനെ ഒരു വണ്ടി പോയാൽ ഏതെങ്കിലും അരണ ഓന്തൊക്കെ ചാവാതിരിക്കുമോ എന്നാണ് ഉത്തരവാദപ്പെട്ട ആളുകളുടെ പ്രതികരണം. വണ്ടി ഇങ്ങനെ പ്രത്യേകിച്ച് പുല്ലൊക്കെ ഉള്ള സ്ഥലത്ത് കൂടി പോവുകയാണെങ്കിൽ അവിടെ ഓന്തുണ്ടാവും, അരണുണ്ടാവും, പിന്നെ ഞാഞ്ഞൂലുണ്ടാവും, വെട്ടുകാലി ഉണ്ടാവും. ചത്തുപോലെ സാധാരണ അല്ല. മുസ്ലിമിൻ്റെ പോസ്റ്റാണത്.
ഇന്ത്യൻ സമൂഹത്തിൽ മുസ്ലിമിന്റെ പോസ്റ്റ് ഇടം അതാ ഓന്തിന്റെയും അരണയുടെയും പല്ലിയുടെയും ഒക്കെ സ്റ്റാറ്റസ്. അങ്ങനെ പറഞ്ഞാണ് മുസ്ലിം സ്ത്രീകളുടെ കണ്ണീരിന്റെ പേരിൽ മുതലക്കണ്ണീരൊഴുക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ എങ്ങനെ ഒരു തലാഖിന്റെ രീതി ശരീഅത്തിലുള്ളതാണോ? അല്ലല്ലോ, ശരീഅത്തിലുള്ളതല്ല. മുസ്ലിമാണ് എന്ന് പറയുന്ന ആൾക്കാർ പല ജാതി പണിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് മുസ്ലിം മാത്രമല്ല, അച്ഛനമ്മമാരെ വെടിവെച്ച് കൊല്ലുന്ന മക്കള് ഹിന്ദു മതത്തിലുണ്ട്, അപ്പനെയും മമ്മിയെയും ഡാഡിയെയും മമ്മിയെയും വെടിവെച്ച് കൊല്ലുന്ന മക്കള് ക്രിസ്ത്യാനികളിലുണ്ട്, എല്ലാ മതങ്ങളിലുമുണ്ട്. അത് മുസ്ലിമീങ്ങൾക്ക് മാത്രമുള്ളൊരു ഏർപ്പാട്, അവർ പഠിച്ചു വെച്ചതും അവർ മാത്രം ചെയ്യണമെന്നല്ല. ഇനി വിവാഹമോചനം മുസ്ലിമീങ്ങൾ മാത്രം ചെയ്യുന്ന പണിയാ? അല്ലല്ലോ, എല്ലാ മതക്കാരും വിവാഹം ചെയ്യുന്ന രീതി ചെയ്യുന്ന ഏതെല്ലാം മനുഷ്യരും ഗോത്രങ്ങളും വർഗങ്ങളും വിഭാഗങ്ങളും ഉണ്ടോ അവരൊക്കെ വിവാഹമോചനം ചെയ്യുന്നു. പക്ഷെ ഇസ്ലാം മാനുഷിക ജീവിതത്തിൽ അത് വളരെ അടിയന്തരവും അത്യാവശ്യമായി വരുന്ന സാഹചര്യങ്ങളിൽ നിർവഹിക്കാനുള്ള ഒരു രീതി ആവിഷ്കരിച്ചു എന്ന് മാത്രം. അതിനെ പടച്ചോനെ ഏറ്റവും ക്രോധകരമാണ് എന്ന അടിക്കുറിപ്പോടുകൂടി മാ അഹല്ലല്ലാഹു ശൈഅൻ അബ്ഗള മിനൽ തലാഖ്, മാ അഹല്ലല്ലാഹു ശൈഅൻ അബ്ഗള മിനൽ തലാഖ്, തലാഖിനേക്കാൾ ക്രോധകരമായ അബ്ഗള ഇലല്ലാഹി മിനൽ തലാഖ്, തലാഖിനേക്കാൾ അള്ളാഹുവിന് ക്രോധകരമായ ഒരു പണിയും അള്ളാഹു ഹലാലാക്കി നിശ്ചയിച്ചിട്ടില്ല. മനുഷ്യനെ കൊല്ലാൻ വകുപ്പുണ്ട് ശരീഅത്തിൽ, അറിയാലോ. കൈ വെട്ടാൻ വകുപ്പുണ്ട്, കാല് വെട്ടാൻ വകുപ്പുണ്ട്. അതിന്റെ സന്ദർഭം വരുമ്പോൾ മറ്റൊരാളെ കൊന്നാൽ പ്രതിക്രിയയായി ഇവനെ കൊല്ലണം. ഈ പ്രതിക്രിയാവധത്തെക്കുറിച്ച് പോലും അത് അള്ളാഹുവിന് ദേഷ്യമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഒരു ഹദീസിലും അങ്ങനെ കാണാൻ കഴിയണില്ല. എന്തുകൊണ്ട്? അത് നീതി നടപ്പാക്കാൻ, രാജ്യത്ത് നിയമം നിലനിൽക്കാൻ, ശാന്തി നിലനിൽക്കാൻ, സമാധാനം നിലനിൽക്കാൻ, പൗരന്മാരുടെ ജീവിതം സുരക്ഷിതമാകാൻ ഘാതകന് പ്രതിക്രിയയായി വധം നടപ്പാക്കാൻ നിർബന്ധമാണ്. എന്നാൽ കൊല എന്ന് പറഞ്ഞാൽ വലിയൊരു കുറ്റമാണല്ലോ. കൊല വലിയൊരു കുറ്റ. അതിൻ്റെ പേരിൽ ഈ ആരാച്ചാരോട് പടച്ചവനൊരു വിദ്വേഷവുമില്ല. വിവാഹമോചനത്തേക്കാൾ എത്രയോ വലിയ കാര്യമാണ്, കഠോരമായ കാര്യമാണ് കൊല. വിവാഹമോചനം ഒരുപാട് വിശദീകരിച്ച് പറയേണ്ട കാര്യമാണ്. കഞ്ഞിലിപ്പില്ല എന്നാൽ ഇജ്ജ് വേക്കോ എൻ്റെ 100 തൊലാക്കും കുടിച്ചോ. പിന്നെ ഇസ്ലാമിനെ പറ്റി എന്താ അറിയാം? ഒന്നും അറിയില്ല. തലാഖ് ചെല്ലാൻ മുട്ടിയാൽ തന്നെ തലാഖ് ചെല്ലരുത് എന്നാണ്. ചിലപ്പോൾ അത് ഹറാമാവും, ചിലപ്പോൾ സുന്നത്താവും, ചിലപ്പോൾ കറാഹത്താകും, ചിലപ്പോൾ നിർബന്ധമാവും. ഒക്കെ ഉസ്താദ്മാർ പറഞ്ഞത്. തലാഖ് ചെല്ലണമെന്ന് മതിയായ കാരണമുണ്ടായാൽ തന്നെ അപ്പോൾ ചെല്ലരുത്. ചില പ്രത്യേക ഘട്ടങ്ങളിലൊക്കെ തലാഖ് ചെല്ലൽ മതിയായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഹറാമാണ്. അതിന് മുൻപായി കുറെ പ്രാഥമിക ഘട്ടങ്ങൾ തരണം ചെയ്യേണ്ടത്. ഒന്ന് അവളെ പറഞ്ഞു കൊടുക്കുക, നീ എന്താ അങ്ങനെ ചെയ്യണേ? നമ്മൾ ഒന്നിച്ച് ജീവിതം നയിക്കുന്ന ആൾക്കാരാണ്. ഇജ്ജ് കുട്ടികളെ അമ്മയാണ്, ഞാൻ കുട്ടികളെ വാപ്പയാണ്. നമ്മളിങ്ങനെ ആയാൽ പറ്റൂല. ഉപദേശിക്കണം. ഉപദേശവും ഫലിക്കുന്നില്ലെങ്കിൽ കിടപ്പറ വെടിയണം. അതും ഫലിക്കുന്നില്ലെങ്കിൽ കുറച്ച് പരിക്കനാവണം, മുറിവേൽക്കാത്ത വിധം അടിക്കണം, ടവ്വല് കൊണ്ട് അതുപോലുള്ള. എന്ന് പറഞ്ഞാൽ ഇയാള് വിഷയം കുറച്ച് ഗൗരവമാണെന്ന് ഓള് മനസ്സിലാക്കണം. അതായി അർത്ഥം. എന്നിട്ടും ഫലം 3 സ്റ്റേജായി. എന്നിട്ടും ഫലമില്ലെങ്കിലോ فبعثوا حكما من أهله وحكما من أهلها إن يريدا إصلاحا يوفق الله بينهم. എന്റെ കുടുംബത്തിൽ നിന്ന് ഒരാൾ മധ്യസ്ഥനായി അവരുടെ കുടുംബത്തിൽ നിന്നും ഒരാൾ മധ്യസ്ഥനായി ഈ വിഷയത്തിൽ മാധ്യസ്ഥ്യം വഹിക്കപ്പെടണം.
നന്നാകണമെന്ന് അവർക്ക് രണ്ടുപേർക്കും ആത്മാർത്ഥമായി ഉണ്ടെങ്കിൽ യുവഫിഖില്ലാഹു ബൈനഹുമാ, പടച്ചോൻ അത് വിളക്കി ചേർക്കും. യുരീദാ ഇസ്ലാഹൻ യുവഫിഖില്ലാഹു ബൈനഹുമാ. അപ്പോഴേക്കൊക്കെ ഈ കഞ്ഞിലിപ്പില്ലാത്ത കേസൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. പിന്നെ തലക്കല്ലൂല. ഇതൊക്കെ യാദൃശികമായി അപ്രതീക്ഷിതമായി ഈ BP ഒക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ രക്തസമ്മർദ്ദമൊക്കെ ഉണ്ടാകുമ്പോൾ ചെയ്യണ ചില ആൾക്കാർ. അവളും തന്നെ അങ്ങനെയാണ്. വിട്ടുപോകാൻ ഒരു താല്പര്യം ഉണ്ടാവില്ല. ജീവിതത്തിൽ ഒരു ഭർത്താവ് ഒരു പെണ്ണിന് പ്രകൃതിയാ അവൾ തിരഞ്ഞെടുക്കും. ഒരു ഭർത്താവ്. അതുകൊണ്ടാണ് ഒരാൾ തലാക്കല്ലി അവളെങ്ങനെ ഞാൻ പോണോ എന്നൊക്കെ ചോദിച്ച് അയാൾ പൊയ്ക്കോന്നേ പറയുള്ളൂ. ഓളങ്ങനെ ഇറങ്ങിപ്പോയി ആ കയൽ കടക്കാൻ നേരത്ത് നിങ്ങൾ എന്നെ തിരിച്ചെടുക്കണ്ടോ ഞാൻ വരികയാണെന്ന് പറഞ്ഞു. ഒരു സ്ത്രീയും ആഗ്രഹിക്കൂല. സ്ത്രീകളുടെ പ്രകൃതം അങ്ങനെയാണ്. നിങ്ങളെന്നെ തിരിച്ചെടുക്കണ്ടോ ഇല്ലെങ്കിൽ ഞാൻ വീട്ടിൽ തന്നെ വരികയാണ്. അപ്പൊ ഈ യാദൃച്ഛികമായി ഉണ്ടാകുന്ന കാരണങ്ങളിൽ നിന്നാണ് മഹാഭൂരിഭാഗവും തലാഖ്. അപൂർവം ചിലത് അനിവാര്യമായി വരും. അനിവാര്യമായതുകൊണ്ടാണ് ശരീഅത്തിൽ വെച്ചത്. അനിവാര്യമായ ഏത് കാര്യത്തിനും ശരീഅത്തിൽ സോഴ്സ് നിയമം ഉണ്ടാകും. അത് സകല ജനങ്ങൾക്കും അറിയില്ലേ. ഇപ്പൊ അടുത്ത് 2 പ്രമുഖ സിനിമാ നടന്മാർ കുറെ മാസങ്ങൾ മെനക്കെട്ടിട്ട് കോടതിയിൽ പോയി വന്ന് കയറി ഇറങ്ങി അവസാനം വിവാഹമോചനം നേടി. എന്താ അർത്ഥം? അത്യാവശ്യമാണ്. പൈസ ഉണ്ടായതുകൊണ്ടോ, പ്രതാപം ഉണ്ടായതുകൊണ്ടോ, പ്രസിദ്ധി ഉണ്ടായതുകൊണ്ടോ, ആരാധകർ പിന്നിലുണ്ടായതുകൊണ്ടോ, ചെറുപ്പക്കാർ ഫാൻസ് ഉണ്ടാക്കിയതുകൊണ്ടോ ഒന്നും ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ജീവിതം അപൂർവമായ ചില സന്ദർഭങ്ങളിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ആ മുന്നോട്ട് പോകാൻ കഴിയുന്ന ജീവിതമാണോ അല്ലേ എന്ന് വളരെ നേരത്തെ സുചിന്തിതമായി ആലോചിച്ച് തീരുമാനമെടുക്കാനാണ് ശരീഅത്ത് പഠിപ്പിച്ചത്. ബാപ്പാര് 2 ബാപ്പാരും ചിന്തിക്കണം, എന്റെ മോൾക്ക് ഇവൻ ഫിറ്റാണോ? ബാപ്പ ചിന്തിക്കണം, എന്റെ മകന് ഇവൾ ഫിറ്റാണോ? വിവിധ ഫീൽഡ് ഉണ്ടാവും. വിദ്യാഭ്യാസപരമായി, സാംസ്കാരികമായി, ആചാരപരമായി, സാമ്പ്രദായികമായി, പിന്നെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ്, കുടുംബജീവിത സാഹചര്യങ്ങൾ, ഒക്കെ നേരത്തെ നോക്കണം. അങ്ങനെ ഒക്കെ നോക്കിയാലും ചിലപ്പോൾ നിർബന്ധിതമായിട്ട് അങ്ങനെയുള്ള സമയങ്ങളിൽ തന്നെ വളരെ സുചിന്തിതമായി വ്യവസ്ഥാപിതമായി ആലോചിച്ച് ചെയ്യേണ്ട പണിയാണ്. അതുകൊണ്ടാണ് മാ അഹല്ലല്ലാഹു ശൈഅൻ അബ്ഗള മിന ത്വലാഖ് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വേറെയും ഒരുപാട് ഹദീസുകൾ ഈ അർത്ഥത്തിലുണ്ട്. അബ്ഗളുൽ ഹലാലി ഇലല്ലാഹി ത്വലാഖ്. അള്ളാഹുവിന് ഏറ്റവും ക്രോധകരമായ ഹലാല് തലാഖ്. ചെറിയ ഒരു വൈരുദ്ധ്യം തോന്നും ആ ഹദീസ് അല്ലെങ്കിൽ അത്തരം ഹദീസ് കേൾക്കുമ്പോൾ. ഹലാലായ പണി ചെയ്താൽ പിന്നെ എങ്ങനെ പഠിച്ചവന് ക്രോധം ഉണ്ടാകാം? ഹലാലായ പണിയാണ് പഠിച്ചവൻ ക്രോധമില്ലാത്തതാണ്. കഞ്ഞി കുടിക്കുക, ചായ കുടിക്കുക, നെസ്കഫെ, കപ്പൂച്ചീനി, ബദാം, കടല, പരിപ്പ്, അവനവൻ്റെ ഇഷ്ടം ഒക്കെ പഠിച്ചവന് സന്തോഷം. അപ്പൊ ഹലാല് എങ്ങനെ അള്ളാഹുവിന് ക്രോധമുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഗത്യന്തരമില്ലാത്ത അവസ്ഥകളിൽ എൻ്റെ അടിമകൾക്ക് തല ഊരാൻ ഒരു ചെറിയ പഴുത് വെച്ചു കൊടുക്കണമല്ലോ എന്ന് കരുതി പഠിച്ചതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് എന്താ, എന്തെങ്കിലും ഒന്ന് ഇസ്ലാമിൽ എന്നെ ആക്ഷേപിക്കാൻ, ഇസ്ലാമിൽ മോശകരമായ കാര്യങ്ങളാണെന്ന് സമൂഹത്തെ ബോധിപ്പിക്കാനുള്ള പാഴ്ശ്രമങ്ങളുടെ ഭാഗമായാണ് തലാഖ് ഇവർ ഉയർത്തിപ്പിടിക്കുന്നത്. മുത്തലാഖ്, തലാഖിന്റെ മര്യാദകൾ നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് ഇനി വിശദീകരിക്കണില്ല, സമയം കുറേ ഒരുപാട് ആൾക്കാർ പ്രസംഗിക്കാനുണ്ട്. അതൊന്നും ചെയ്യേണ്ട രീതിയിൽ ചെയ്യാത്ത ആളുകളെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ശരീഅത്തിന് അവർ മോശമാണ്, ക്ഷീണമാണ്, ശരീഅത്ത് പ്രായോഗികമല്ല, പഴഞ്ചനാണ്, പ്രാകൃതമാണ് എന്നൊന്നും പറയാൻ ഒരർത്ഥമില്ല. മാത്രമല്ല അത്തരം പ്രവർത്തനങ്ങൾ, കൊള്ളരുതായ്മകൾ നേരത്തെ പറഞ്ഞ മാതിരി എല്ലാ ജനവിഭാഗങ്ങളിലും ഉണ്ട്. ഈ പറയുന്ന ഈ വിഭാഗത്തിന്റെ പ്രധാനമന്ത്രി, പിന്നെ പ്രതിനിധിയായി വന്ന പ്രധാനമന്ത്രി സ്വന്തം ഭാര്യയുടെ കണ്ണീരൊപ്പാൻ കഴിയാത്ത ആൾക്കാരാണ്. ആ പെണ്ണിന്റെ കണ്ണീര് തെരഞ്ഞെടുപ്പിന്റെ കാലത്തുണ്ടായിരുന്നു, പത്രങ്ങളിലൊക്കെ നനഞ്ഞിരുന്നു ആ കണ്ണീര് തട്ടിയിട്ട്. അയാളാണ് ഇസ്ലാമിലെ പെണ്ണുങ്ങളുടെ അരക്ഷിതാവസ്ഥയിൽ മുതലക്കണ്ണീരൊഴുക്കും.
അതുകൊണ്ട് ഈ ദുഷ്ടലാക്ക് ദുരുദ്ദേശം ഇൻഷാ അല്ലാഹ് ഇന്ത്യ രാജ്യത്ത് നടപ്പാവുകയില്ല. 130 കോടി ജനങ്ങളിൽ അതിൻ്റെ 25% കൂട്ടിവെക്കി. അത്രയും ജനങ്ങളെവിടെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. മൂക്കിൽ വെൽക്കാൻ പറ്റുമല്ലോ. പട്ടണം പൊടിയല്ല മുസ്ലിമീങ്ങളെന്നാണ്. അതുകൊണ്ട് ശരീഅത്തിനെ സംരക്ഷിക്കാൻ മുസ്ലിമീങ്ങൾ ബാധ്യസ്ഥരാണ്. അതവർ ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള സംരംഭങ്ങളൊക്കെ ശരീഅത്തിനെ സംബന്ധിച്ച് നമുക്കും അന്യ സമുദായങ്ങളിലുള്ള സഹോദരങ്ങൾക്കും ശരീഅത്തിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ ആയി എന്നതാണ് ഇതുകൊണ്ടുണ്ടായ ഒരു അനുകൂല ഘടകം. മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പല ആളുകളും ശരീഅത്ത് കൂടുതൽ മനസ്സിലാക്കി. അമുസ്ലിം സഹോദരന്മാരിൽ പലതും ശരീഅത്ത് കൂടുതൽ മനസ്സിലാക്കി. നിഷ്പക്ഷമായി ശരീഅത്തിന്റെ നിയമങ്ങൾ പരിശോധിക്കുന്ന ആളുകളൊക്കെ ശരീഅത്ത് അംഗീകരിക്കുക. യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ആളുകൾ ഇസ്ലാമിലേക്ക് ഇങ്ങോട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇക്കാരണത്താണ്. അവരാരും പൊന്നാനി കൊടുന്ന് നിർബന്ധിച്ച് ചേർത്തിട്ടല്ല. അവർ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചപ്പോൾ ഇസ്ലാമിൻ്റെ ശരീഅത്തും ഇസ്ലാമിൻ്റെ നിയമങ്ങളും ഖുർആനിക സിദ്ധാന്തങ്ങളുമൊക്കെ അതാണ് മനുഷ്യപ്രകൃതിക്ക് ഏറ്റവും ഫിറ്റായത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങളിലെ മറ്റ് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ആളുകൾ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നിഷ്പക്ഷമാകണം. ഹൃദയം പക്ഷപാതരഹിതമായിരിക്കണം. അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ ശരീഅത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഇതുപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുക, അതിൽ പങ്കെടുക്കുക, പ്രത്യേകം അള്ളാഹുവിനോട് ദുആ ചെയ്യുക, നമ്മുടെ മക്കളൊക്കെ ഇസ്ലാമികമായ ചട്ടക്കൂടിൽ വളർത്തിയെടുക്കുക. പ്രത്യേകിച്ച് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ആവിഷ്കരിച്ച വിഷയകമായ പദ്ധതികളിൽ നമ്മുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ശ്രദ്ധിക്കുക, നമ്മുടെ ഈ ശരീഅത്ത് സംരക്ഷണ സമ്മേളനം കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ലൈവായി ലോകം മുഴുവൻ സംരക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അടുത്തതായി വേദി ആദരി